ജീവിതം എങ്ങനെ നയിക്കണമെന്നും എങ്ങനെ നയിക്കരുതെന്നും മാതൃകയായി കാണിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട്. വ്യാസൻ നമുക്കായി നൽകുന്ന വാത്മീകത്തിൽ ഇന്ന് ആരാണെന്ന് നോക്കാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. വാത്മീകത്തിന്റെ ഈ ഒരു അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് എല്ലാ ഗുണങ്ങളുടെയും അധിപതിയായിട്ടുള്ള ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള സാക്ഷാൽ അയോധ്യാപതിയായിട്ടുള്ള ഈ ഭാരതത്തിന്റെ ചരിത്ര പുരുഷനായി ഭാരതീയരുടെ മുഴുവനും മനസ്സിൽ അടയാളപ്പെട്ടിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കുറിച്ച് തന്നെയാണ്. വാത്മീകി മഹർഷി ഒരിക്കൽ നാരദ മഹർഷിയോട് ചോദിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. കോന്യസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. മഹർഷെ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ഠനായി ഏറ്റവും ഗുണവാനായി ഒരു തരത്തിലുള്ള കുറവുകളും പറയാനില്ലാത്ത ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് നാരദൻ പറയുന്ന ഉത്തരം, അല്ലയോ മഹർഷേ, ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല, എന്നാൽ മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരാളുണ്ട്. ഇക്ഷ്വാകു വംശത്തിലെ സൂര്യവംശത്തിലെ രാമൻ ശ്രീരാമചന്ദ്രൻ. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായിട്ടാണ് നമ്മൾ വിഷ്ണുപുരാണം അനുസരിച്ച് പറയുന്നത്. ആ രാമാവതാരം ഭൂമിയിൽ ഉണ്ടായത് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും പോലെ തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. എന്നാൽ രാമാവതാരത്തിന്റെ പ്രാധാന്യം ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനായി ധർമ്മസ്വരൂപനായിട്ട് അവതരിച്ച ഒരേ ഒരു അവതാരം, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് സാധാരണ ഒരു മനുഷ്യന് എന്തെല്ലാം വികാര വിചാരങ്ങളുണ്ടോ അതിലൂടെയെല്ലാം കടന്നുപോയി തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ ഒരാളാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിരുന്നു അദ്ദേഹം. ധർമ്മം എന്തെന്ന് നിർവചിക്കപ്പെട്ടത് രാമൻ എന്ന പേരിലായിരുന്നു. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായുള്ള വാക്യം ഇന്നും ഭാരതത്തിലൂടെ ലോകത്തിന്റെ ഓരോ കോണിലും മാറ്റൊലി കൊള്ളുന്നത്. ശ്രീരാമചന്ദ്രൻ എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സന്ദേശം എന്ത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ധർമ്മബോധമാണ്. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൽ ധർമ്മമുണ്ടോ, ഇതിൽ ധർമ്മത്തിന് എന്തെങ്കിലും ഛേദമുണ്ടോ, ധർമ്മത്തിന് ഛേദം വരുന്ന പ്രവൃത്തിയാണെങ്കിൽ ഞാൻ അതിന് മുതിരില്ല, എന്നാൽ അതിന് ധർമ്മമുണ്ടെങ്കിൽ ഏതറ്റം വരെയും ആ ധർമ്മത്തിന് വേണ്ടി ഞാൻ പോകും. അതിനെന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ആളാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തെ നാം പരിചയപ്പെടുന്നത് അയോധ്യയിലെ രാജകുമാരനായി, സീതയുടെ പതിയായി, സ്വന്തം അച്ഛന്റെ വാക്ക് പാലിക്കാനായി വനത്തിലേക്ക് കടന്നു ചെന്ന് സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് രാവണ കുംഭകർണന്മാരെ വധിച്ച് തിരിച്ചയോധ്യയിലെത്തി പട്ടാഭിഷേകം നടത്തി എങ്ങനെയാണോ ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കേണ്ടത് ആ മാതൃക ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത് രാമരാജ്യത്തിന്റെ മാതൃക ഭാരതത്തിലൂടെ ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്ത ഒരു ഭരണാധികാരി കൂടിയായിട്ടാണ്. വാത്മീകി രാമായണത്തിലെ രാമൻ കൂടുതൽ മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമല്ല, വിഷ്ണുവിനേക്കാൾ ഒരു പടി മനുഷ്യർക്ക് കൂടെ നിൽക്കുന്ന ഒരു രാമനെ നമുക്ക് വാത്മീകി രാമായണത്തിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യരോട് അടുത്ത് നിൽക്കുന്ന രാമൻ എന്ന് വാത്മീകി മഹർഷി നമ്മളോട് പറഞ്ഞത് നാം അദ്ദേഹത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനാണ്. ഭഗവാനാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു മടി കാണും, അല്ലെ? നമുക്കിടയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അതുപോലെ ആയിക്കൂടാ എന്ന് വാത്മീകി മഹർഷി ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം പുതിയ തലമുറയിലുള്ള പല മഹാത്മാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. രാമന്റെ മഹത്വം അറിഞ്ഞൊരു തലമുറയ്ക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള സത്യാന്വേഷണത്തിലൂടെ ധർമ്മപാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള സാക്ഷാൽ മഹാത്മജി പോലും രാമരാജ്യമാണ് ഈ ഭാരതത്തിന് വേണ്ടത് എന്ന് അവകാശപ്പെട്ടത്. രാമൻ ഭരിച്ചതുപോലെ ഭരിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് വേണം. ഒരു മിണ്ടാപ്രാണിയാണെങ്കിൽ പോലും അതിൻ്റെ പക്ഷത്താണ് ധർമ്മം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പക്ഷത്തെ നിൽക്കൂ. അതിന് എനിക്ക് എന്തെല്ലാം കൈവിടേണ്ടി വന്നാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ രാജ്യ താല്പര്യം മുൻനിർത്തിയ അയോധ്യാപതിയായിട്ടുള്ള രാമനെ പോലെ ഭരണാധികാരികൾ നമുക്കുണ്ടാവണം. അച്ഛന്റെ വാക്ക് സംരക്ഷിക്കാനായി തൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോയ മകൻ, അതുപോലെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു യുദ്ധ പരാക്രമി, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, ചെല്ലുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000, അതാണ് രാമബാണം. അതുപോലെ തന്നെ പ്രധാനമാണ് രാമനാമം. ഭഗവാന്റെ രാമനാമത്തിലൂടെ മാത്രം മുക്തി നേടിയ നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ, നമ്മുടെ രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള വാത്മീകി മഹർഷി ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും രാമായണത്തിൽ കാണാൻ സാധിക്കും.
അങ്ങനെ രാമനെ പോലുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് സനാതന ധർമ്മ സംരക്ഷണം നടക്കുള്ളൂ. സനാതന ധർമ്മം നിൽക്കുന്നത് ധർമ്മത്തിന് മുകളിലാണ്. ധർമ്മമാണ് അടിസ്ഥാനം. ആ ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടുള്ള രാമനെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് ധർമ്മബോധം വർദ്ധിക്കുകയും അത് ഏറ്റവും പരമമായിട്ടുള്ള കൈവല്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യുന്നു. രാമനെ അറിയില്ല എന്ന് പറയുന്നതിലൂടെ നമുക്ക് ധർമ്മത്തെ അറിയില്ല എന്ന് പറയുന്നവരായി മാറേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവതലമുറയിലുള്ള മനുഷ്യർക്ക് രാമന്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കാൻ നാം ശീലിക്കണം. രാമൻ എന്നുള്ളത് ധർമ്മം തന്നെയാണ്. ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും രാമരായി തീരുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. ആ ആത്മാരാമനിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് രാമായണം. അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്ത് രാമന് പുറകെ യാത്ര ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ സനാതന ധർമ്മത്തിന് വേണ്ടി നമ്മളിലുള്ള രാമനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം. ആ രാമനിലൂടെ, ആ രാമൻ പഠിപ്പിച്ച ധർമ്മത്തിൽ ഊന്നു നിന്നുകൊണ്ട് വേണം ഈ ധർമ്മത്തെ, ഈ സനാതന ധർമ്മത്തെ ഈ ലോകത്തിന്റെ പരകോടിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്ത് അയോധ്യാപതിയായിട്ടുള്ള ശ്രീരാമനെ ഓർക്കുന്നതിനോടൊപ്പം, ദശരഥ നന്ദനായിട്ടുള്ള രാമനെ ഓർക്കുന്നതിനോടൊപ്പം, സീതാപതിയായിട്ടുള്ള രാമനെ ഓർക്കുന്നതിനോടൊപ്പം ഒരു പടിമുകളിൽ ധർമ്മസ്വരൂപനായിട്ടുള്ള രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന തത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള രാമനെ കൂടി ഓർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി.